നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നല്ല സ്വയംബൻ നെയ്ച്ചാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നെയ്ച്ചാള മുളകിട്ടത് വെക്കാനായിട്ട് പോവുകയാണ്. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കറിവേപ്പില, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. ചുവന്നുള്ളി ഒരു 7 to 8 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഒരു 4 പച്ചമുളക് ഉണ്ടപ്പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഉണ്ടപ്പച്ചമുളകാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു എരിവും കിട്ടും. പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുടംപുളി ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ പുളി ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് കുടംപുളി ഇതിനകത്തിട്ട് വഴറ്റുന്നത്. ഇനി ഇതിനകത്തേക്ക് 4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടി, 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ച മണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്നര കിലോ നെയ്ച്ചാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ വേണ്ടി വരുന്നത്. ഇനി ഇതിനകത്തേക്ക് വെള്ളവും കുടംപുളി മുക്കി വെച്ചിരുന്ന പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണം. നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടണം. അപ്പോൾ നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് മാത്രം കുക്ക് ചെയ്യും. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന ചാള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ചട്ടി നന്നായിട്ടൊന്ന് കറക്കി ചാറുമായി ഒന്ന് യോജിപ്പിക്കുക. ഇതിനകത്തേക്ക് സ്പൂണോ തവിയൊന്നും ഇനി ഇടരുത്. അതിനുശേഷം മൂടി വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. മത്തിയൊക്കെ പെട്ടെന്ന് വേവുന്ന ഒരു മീനാണ്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തുറന്ന് വെച്ച് ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ ചാറൊന്ന് വറ്റിച്ചെടുക്കാം. ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീനൊക്കെ ചെറിയ തീയിൽ സമയമെടുത്ത് കുക്ക് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ചട്ടി ഇതേപോലെ ഒന്ന് കറക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. മീൻകറിയിൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ്. അതിനുശേഷം ചട്ടി നന്നായിട്ട് ഒന്നുകൂടെ കറക്കി ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ചാറൊക്കെ ആവശ്യത്തിനുള്ള ചാറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വയംബൻ മത്തി മുളകിട്ടത് റെഡിയായിട്ടുണ്ട്. കപ്പയുടെയും ചോറിൻ്റെയും നല്ല അരിപ്പുട്ടിൻ്റെയൊക്കെ കൂടെ നല്ല സ്വയംബൻ കോമ്പിനേഷനാണ് ഈ മീൻ മുളകിട്ടത്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.